എല്ലാ യുദ്ധങ്ങളും നഷ്ടം മാത്രമാണ് സമ്മാനിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിലും സ്ഥിതി മറിച്ചല്ല. പാണ്ഡവർ വിജയിച്ചെന്ന് പറഞ്ഞാൽ പോലും അവർക്കും പരാജയം തന്നെയാണ് ഉണ്ടായത്. കാരണം ധനധാന്യങ്ങളും പ്രിയപ്പെട്ടവരും ബന്ധുത്വവും എല്ലാം മരിച്ച് മണ്ണോടടിഞ്ഞ് ചേർന്നപ്പോൾ സങ്കടത്തോടു കൂടിയാണ് പാണ്ഡവരും മരിച്ചത്. പക്ഷേ മഹാഭാരത യുദ്ധത്തിൽ വിജയിയായിരുന്ന ഒരു വ്യക്തിയുണ്ട്. മഹാഭാരത യുദ്ധത്തിലെ യഥാർത്ഥ ഹീറോ, യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ എന്നെല്ലാം പറയുന്നത് ശകുനിയെ തന്നെയാണ്. കാരണം സന്തോഷത്തോടുകൂടി മഹാഭാരത യുദ്ധത്തിൽ മരിച്ച ഒരേ ഒരു വ്യക്തി ശകുനിയാണ്. അയാൾ സഹദേവന്റെ കയ്യാൽ കൊല്ലപ്പെടുമ്പോൾ അയാളുടെ മുഖത്ത് നിഗൂഢമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എല്ലാം നേടിയവന്റെ വിജയം. തന്റെ സഹോദരന്മാരെയും പിതാവിനെയും അതിക്രൂരമായിട്ട് കൊന്ന കുരുവംശ സാമ്രാജ്യം 2 പകിടകൾ ഉപയോഗിച്ച് ഛിന്ന ഭിന്നമാക്കിയ വിജയുടെ പദ്ധതികൾ ഒരുക്കിയ തന്ത്രജ്ഞന്റെ കിരാതമായിട്ടുള്ള പുഞ്ചിരി അയാളിലുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ മഹാഭാരത യുദ്ധത്തിലെ യഥാർത്ഥ വിജയി ശകുനി തന്നെയാണ്. എന്തുകൊണ്ട് ഞാനിങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശകുനിയുടെ സങ്കടകരമായിട്ടുള്ള ബാക്ക് സ്റ്റോറി കൂടി നിങ്ങൾ അറിയണം. ശകുനിയാണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലെ ഒരേ ഒരു വിജയി. അയാൾ കൊല്ലപ്പെടുമ്പോഴും സന്തോഷത്തോടു കൂടിയാണ് മരിച്ചത്. കാരണം എനിക്ക് ഈ കുരുവംശത്തിനെ കേവലം 2 പകിടകൾ, എൻ്റെ പിതാവിൻ്റെ തുടയലുകളാൽ നിർമ്മിതമായ 2 പകിടകൾ കൊണ്ട് ഛിന്നമൈനമാക്കാൻ കഴിഞ്ഞു. ഒരിക്കലും കുരുവംശത്തിനെ പുറത്തു നിന്ന് ഒരാൾക്ക് വന്ന് ആക്രമിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല. അതിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സാമ്രാജ്യത്തിനെ തകർക്കാൻ കഴിഞ്ഞ ശകുനി വിജയ് തന്നെയല്ല യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ. ഇനി ബാക്ക് സ്റ്റോറിയിലേക്ക് പോവാം. പാഞ്ചാല അല്ലല്ലോ, ഗാന്ധാര രാജാവായിട്ടുള്ള സുബലന്റെ 100 പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു ശകുനി. അവർക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, ഗാന്ധാരി. ഈ 100 പുത്രന്മാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയാണ് ഗാന്ധാരി. ആ ഗാന്ധാരിയെ അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഗാന്ധാര രാജാവായിട്ടുള്ള സുബലൻ നിർബന്ധിതനാവുമായിരുന്നു. കാരണം ഭീഷ്മരെ പോലെ ഒരാളുടെ ആജ്ഞ അനുസരിക്കാതെ വേറെ വഴിയില്ല. എതിർത്ത് കഴിഞ്ഞാൽ ആ സാമ്രാജ്യത്തിനെ മുച്ചൂടും മുടിക്കാൻ ഭീഷ്മരെ കൊണ്ട് കഴിയും. സുബലന് വേറെ വഴിയില്ലാതെ കല്യാണം കഴിപ്പിച്ചു. അപ്പം ജ്യോതിഷികളെ കൊണ്ട് വിവാഹ പൊരുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ജ്യോതിഷികൾ ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കുലീനയായിട്ടുള്ള, ഇത്രയും സ്വഭാവ ഗുണങ്ങളുള്ള ഗാന്ധാരിയെ പോലെ ഒരു സ്ത്രീയെ അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 7 വർഷമെങ്കിലും താൻ ഇതിന് അനുഭവിക്കേണ്ടി വരും സുബലൻ എന്ന പഞ്ചാല നരേശ എന്നാണ് പറയുന്നത്. പഞ്ചാലെന്നേ എനിക്ക് വരുന്നുള്ളൂ, ഗാന്ധാര നരേശ എന്നാണ് പറയുന്നത്. ഗാന്ധാര രാജാവായി ഇത്രയും കുലീനയായിട്ടുള്ള, ഇത്രയും മികവുകളുള്ള, ഇത്രയും ഗുണങ്ങളുള്ള ഒരു യുവതിയെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പാപമാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശാപം താൻ 7 ജന്മത്തോളം അനുഭവിക്കേണ്ടി വരുമ്പം എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പം നമ്മുടെ നാട്ടിലൊക്കെ വാഴക്കല്യാണം പോലൊരു പരിപാടി ഉണ്ടല്ലോ. വെറുതെ ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അയാളെ കൊന്നു കളഞ്ഞാൽ 2ാം വിവാഹമായിട്ട് മറ്റേ പുള്ളിക്ക് പോകും, ധൃതരാഷ്ട്രർക്ക് പോകും. അപ്പോൾ 2ാം വിവാഹം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഒരു ആടിനെ കൊണ്ട് ഗാന്ധാരിയെ വിവാഹം കഴിപ്പിക്കും. അതിനുശേഷം ആടിനെ ബലി നൽകിയ ശേഷം ധൃതരാഷ്ട്രരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ബന്ധം ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിട്ട് ഇവർ ഇതറിയുന്നുണ്ട്. ധൃതരാഷ്ട്രർ ഇതറിഞ്ഞ് വന്നിട്ട് ഇവരോട് ചെയ്യാൻ പറ്റുന്ന സകലമാന ക്രൂരതകളും ചെയ്യും. ദുര്യോധനന് വേണ്ടിയിട്ടാണ് ക്രൂരത ചെയ്യുന്നത്. ഇവരെല്ലാം ഇവരുടെ ഗാന്ധാര സാമ്രാജ്യം മുഴുവനും നശിപ്പിച്ച് വെന്ത് വെണ്ണീറാക്കി കൊട്ടാരം വരെ തീയിടും. സുബലനെയും 100 പുത്രന്മാരെയും ഒരുമിച്ച് ഒരു പൊട്ടക്കിണർ പോലുള്ള ഒരു അറയിൽ തള്ളും. എന്നിട്ട് ഇങ്ങനെ ഇവരെ നരകിപ്പിച്ച് കൊല്ലാനല്ലേ ആഗ്രഹിക്കുന്നത്. എങ്ങനെ കൊല്ലണമെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പിടി അരിമണി മാത്രം ഭക്ഷണമായിട്ട് കൊടുക്കും. സുബലന്റെ 100 പുത്രന്മാർക്കൂടെ ഒരു പിടി അരിമണി മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും പട്ടിണി കടന്ന് മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അവർക്ക് ഈ കൊടിയ പാപത്തിന് പ്രതികാരം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ക്രൂരമായിട്ട്, ദൈന്യമായിട്ടാണ് ഗാന്ധാര രാജാവിനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും കൊല്ലാൻ കൗരവർ തീരുമാനിച്ചത്. അപ്പം ഒരു പിടി അരിമണി കൊണ്ട് എങ്ങനെ സർവൈവ് ചെയ്യാനാണ്? പറ്റത്തില്ല. ഒടുക്കം അവരെല്ലാം കൂടി ഒരു തീരുമാനം എടുക്കുന്നു. നമ്മളെല്ലാവരും പട്ടിണി കിടന്ന് മരിക്കാം, ഒരാൾ മാത്രം ജീവനോടെ പുറത്തിറങ്ങണം. അവന് ഈ ഒരു പിടി അരിമണി നമ്മൾ ആഹാരമായിട്ട് കൊടുക്കണം. അങ്ങനെ പുറത്തിറങ്ങുന്നവൻ കുരുവംശത്തിനോട് മുഴുവൻ പ്രതികാരം ചെയ്യണം. അങ്ങനെ ഏറ്റവും ഇളയവനായിട്ടുള്ള ശകുനിയെ തിരഞ്ഞെടുക്കുന്നു. ശകുനി അവിടെ കിടന്ന് ആ കൊടുക്കുന്ന ഒരു പിടി അരിമണി മാത്രം ഭക്ഷിച്ചുകൊണ്ടിരുന്നു. പട്ടിണിയാണ്. അവസാനം സ്വന്തം പിതാവിൻ്റെയും സഹോദരന്മാരുടെയും മൃതദേഹത്തിന്റെ മാംസം വരെ ഭക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. ഭക്ഷണമില്ല. അങ്ങനെ അപ്പോഴും അയാളുടെ ഉള്ളിൽ പക മാത്രമായിരുന്നു. മരിച്ച പിതാവിന്റെ തുടയിലെടുത്ത് അതുകൊണ്ട് 2 പകിടകൾ ഉണ്ടാക്കി ആ 2 പകിട കൊണ്ടും കുരുവംശ സാമ്രാജ്യത്തിന്റെ അസ്ഥിവാരം തോണ്ടണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ശകുനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. തൻ്റെ പ്രതികാരം ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ കാല് തന്നെ അദ്ദേഹം നശിപ്പിച്ചു. തൻ്റെ കാല് തന്നെ അദ്ദേഹം വൈകല്യം വരുത്തി. അതുകൊണ്ടാണ് ഈ ശകുനി സീരിയലിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മുടന്തി നടക്കുന്നത്. കാരണം തൻ്റെ പിതാവ് അനുഭവിച്ച അവസ്ഥയെക്കുറിച്ച് താൻ ഒരിക്കലും മറക്കരുത്, അതെന്നും തൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് സ്വന്തം കാലിന് അദ്ദേഹം തന്നെ വൈകല്യം വരുത്തി. പിന്നീട് ഗാന്ധാരി വിവരങ്ങളൊക്കെ അറിഞ്ഞ് മോചിപ്പിക്കാൻ തീരുമാനിക്കുന്നു. മോചിപ്പിച്ച ശേഷം
പട്ടിണിയായിപ്പോയ സാമ്രാജ്യത്തിൽ എന്ത് ഫുഡാണ് കിട്ടുന്നത്? പിന്നെ അദ്ദേഹത്തിനെ ഹസ്തിനപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശകുനി അവിടെ ചെല്ലുന്നു. പിന്നെ കണ്ടത് അണ്ണന്റെ കളികളാണ് മുഴുവൻ. ദുര്യോധനന്റെ മനസ്സിൽ നന്നായിട്ട് വിഷം അങ്ങ് കുത്തിവെച്ച് കൊടുത്തു. കാരണം ശകുനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാതിരുന്ന ആള് കർണനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കർണൻ കൂടെ ഉണ്ടെങ്കിൽ തൻ്റെ പദ്ധതികളൊന്നും നടക്കില്ല. കൗരവരെ മുഴുവനും സംരക്ഷിക്കാൻ കർണനെ കൊണ്ട് കഴിയുന്നത് കൊണ്ട് അകറ്റി മാറ്റാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഥകളുണ്ട്. മറ്റേ അരക്കില്ലം ഉണ്ടല്ലോ, അരക്കില്ല നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ള അരക്കില്ലത്തിൽ പാണ്ഡവരെ കൊല്ലാനുള്ള തീരുമാനം എടുത്തത് ശകുനിയും കൂടിയാണ്. എന്നിട്ട് ശകുനി തന്നെ അവരെ സന്ദേശം അറിയിച്ച് ആരാണ് ഇത് അരക്കില്ലം ഒരുക്കുന്നതെന്ന് അറിയിച്ചു കൊടുത്തു. ഇങ്ങനെ കൗരവർക്കും പാണ്ഡവർക്കും ഇടയിൽ സ്പർദ്ധ വളർത്താനുള്ള സംഗതികളെല്ലാം ഉണ്ടാക്കിയെടുത്ത് ആ ഒരു വൈരം വെറി ഊതിക്കത്തിച്ച് വളരെ വലിയ പകയും മഹായുദ്ധവുമാക്കി മാറ്റി. അവർ പരസ്പരം കൊന്നു തീർക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പാണ്ഡവരോട് ശകുനിക്ക് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പാണ്ഡവരെ വെറും സ്പെക്ടാക്കിൾസ് തൻ്റെ കരുക്കളായിട്ട് യൂസ് ചെയ്ത് ഈ പഞ്ചപാണ്ഡവരെന്ന് പറയുന്ന മഹാരഥന്മാരായിട്ടുള്ള വിജയികൾ ശകുനിയുടെ പദ്ധതിയിൽ വെറും കരുക്കൾ മാത്രമായിരുന്നു. ആ കരുക്കളെ യൂസ് ചെയ്ത് കൗരവരെ മുഴുവനും കൊന്നൊടുക്കാൻ ശകുനിക്ക് കഴിഞ്ഞിരുന്നു. മരിച്ചു വീഴുമ്പോഴും ശകുനിയുടെ മുഖത്ത് പുഞ്ചിരി മാത്രമായിരുന്നു. കാരണം താൻ തൻ്റെ ലക്ഷ്യം നിറവേറ്റി. തൻ്റെ പിതാവിന് കൊടുത്ത വാക്ക് അയാൾ പാലിച്ചു. ഇങ്ങനെ നോക്കുമ്പം മഹാഭാരതത്തിൽ ഒരേ ഒരു വിജയി മാത്രമേ ഉള്ളൂ, ശകുനി. മറ്റുള്ളവർക്കും ദുഃഖവും പരാജയവും തന്നെയാണ് അന്തിമമായിട്ട് ലഭിച്ചത്. പക്ഷേ തൻ്റെ പിതാവിന് വേണ്ടി, തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കി കളം പിടിച്ച് വിജയിച്ച ശകുനിയാണ് യഥാർത്ഥ മഹാഭാരതത്തിലെ ഹീറോ. ഇടയിൽ ടോപ്പിക്കൊക്കെ ഡ്രൈ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് എന്ത് ടോപ്പിക്കാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം.